നമ്മുടെ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ലുലുവിൻ്റെ നന്ദകുമാർ സംസാരിച്ചിരുന്നു. എന്നാലും അദ്ദേഹം രണ്ട് വാക്കൂടെ പറയട്ടെ കാശ്മി. കാരണം നന്ദകുമാറിൻ്റെയൊക്കെ സപ്പോർട്ട് വളരെ കൂടുതലാണ് നമുക്ക്. Today I'm not happy, I'm not excited, I'm honored to be here in the SKN സാറിൻ്റെ കൂടെയും മുതുകാട് ജിയുടെ കൂടെയും ബാക്കി എല്ലാവരുടെ കൂടെ be able to share a stage on such important occasion. Normally people celebrate half century, full century. SKN is always different. So he started with 40. As a communication professional, we always say that don't do different things, do things differently. അപ്പോൾ ന്യൂസ് ചാനലിലൊക്കെ എന്ത് മാറ്റം കൊണ്ടുവരാൻ വിചാരിക്കുമ്പോഴാണ് അദ്ദേഹം വന്നിട്ട് മൊത്തം ന്യൂസ് ചാനലിലെ ഘടനയെ മാറ്റി. ഇപ്പം anchors who are sitting on chairs are standing on their feet thanks to you. അപ്പം thanks for making news such janagiyam, thanks for making news such youth oriented, thanks for making ladies and families watch your news channel. Alagi news was always meant for elderly male audience. From there it has come to ladies and families and young youth. So absolutely honored on behalf of Lulu Group, Lulu Mall, Chairman Yusuf Sarande, all our support with you. May you have not only half century but hit century inshallah with us, and we'll all celebrate God willing. Thanks sir. And this message of Ardu Akramam, Ardu Alahari, apt message. ഇതിനായിരുന്നു വലിയൊരു മെസ്സേജ് ഈ സന്ദർഭത്തിൽ കൊടുക്കാനില്ല. Absolutely amazing to be part of it. Okay, thank you ശ്രീ വി നന്ദകുമാർ. അപ്പോൾ ശ്രീ എം എ യൂസഫ് അലി അദ്ദേഹം നമ്മുടെ ഈ 24 നെറ്റ്വർക്കിന് വലിയ സഹായം ചെയ്യുന്ന ആളാണ്. നമ്മളിങ്ങനെ ഒരു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും അദ്ദേഹം ഒരുപാട് ധാർമ്മികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ യാത്രക്കിടയിൽ നമ്മൾ ഒരുപാട് പേരെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഈ 14 ജില്ലകളിലായി 40 കമ്പ്യൂട്ടർ ലാബുകൾ സെറ്റ് ചെയ്യുന്നു. അതുപോലെ അത് കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ കുറേ വീടുകൾ നമ്മൾ നിർമ്മിച്ച് നൽകുന്നു. അതുപോലെ കൊച്ചിയിലെത്തുമ്പോൾ നമ്മൾ 300 അമ്മമാരെ അറബിക്കടൽ കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. കാര്യം അറബിക്കടൽ എങ്ങനെ ഇരിക്കുമെന്നുള്ള അമ്മമാർക്കൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചു. അമ്മമാരല്ലേ. അപ്പോൾ അമ്മമാർക്ക് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഇനി പറയുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് ഇങ്ങനെയൊരു യാത്ര എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, കേരളത്തിലെ യഥാർത്ഥത്തിലെ ഇങ്ങനെയുള്ള ഈ MDMA രാസലഹരി പദാർത്ഥങ്ങളൊക്കെ തന്നെ ഒറ്റപ്പെട്ട രീതിയിലൊക്കെ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ എക്സൈസ് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ്, കേരളം ഇതൊന്നും വെച്ച് പൊറിപ്പിക്കില്ല. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ പള്ളിക്കൂടങ്ങളുടെയും അതിൻ്റെ വരാന്തകളിലും ക്യാമ്പസിൻ്റെ വരാന്തകളിലും ഹോസ്റ്റൽ മുറികളിലും ഒക്കെ തന്നെ ഇത്തരം വ്യാപനം കൂടുതൽ വ്യാപകമായ 2 മാസങ്ങളാണ് കടന്നു പോകുന്നത്. നിങ്ങൾ അറിയേണ്ട ഒരു കണക്ക്, കഴിഞ്ഞ 2 മാസങ്ങളിൽ കേരളത്തിൽ 70 കൊലപാതകങ്ങൾ നടന്നപ്പോൾ അതിൽ 30 കൊലപാതകങ്ങളും MDMAയുടെ ഒരു സ്വാധീനത്തിലാണ് ചെയ്യപ്പെട്ടത്. മാത്രമല്ല സഹോദരിയെ കണ്ടാൽ മനസ്സിലാകാത്ത സഹോദരൻ, 10 വയസ്സുള്ള സഹോദരൻ 12 വയസ്സുള്ള സഹോദരിക്ക് MDMA വെച്ച് നൽകുന്നു. അതുപോലെ സ്വന്തം അമ്മയെ പീഡിപ്പിക്കാൻ ലഹരിയുടെ പിൻബലത്തിൽ ചില കുട്ടികൾ ശ്രമിക്കുന്നു. ഒരു 45 വയസ്സുകാരനാണ് അത് ശ്രമിച്ചത്. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ വരുന്ന വാർത്താമുറിയിലിരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടുകയും അപ്പോൾ ശീതീകരിച്ച മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ജനങ്ങളോട് ഇക്കാര്യം നേരിട്ട് പറയുകയും മുഖ്യമന്ത്രിയുമായി നമ്മളൊരു അഭിമുഖം നടത്തിയ സംപ്രേഷണം ചെയ്യുകയും മുഖ്യമന്ത്രിയുടെ തന്നെ സ്വകാര്യമായിട്ടും ഈ കൊലക്കത്തിയുമായി നടക്കാൻ കാരണം കുട്ടികൾ പ്രതികളായതുകൊണ്ടല്ല, അവർക്ക് ഇത്തരം സംഭവങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ചില മാഫിയ സംഘങ്ങൾ കേരളത്തിൽ സജീവമായതുകൊണ്ടാണ്. അവരുടെ കടക്കൽ കത്തിവെക്കണം, അത് എന്ത് വില കൊടുത്തും ഈ മാഫിയ സംഘങ്ങളെ കേരളത്തിൽ നാട്ടി പായിക്കണമെന്ന് അദ്ദേഹത്തോട് നമ്മൾ അതിശക്തമായ വാക്കുകൾ ആവശ്യപ്പെടുകയും, ഞാൻ പറഞ്ഞു ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കോവിഡിന് ശേഷമുള്ള ഏറ്റവും വലിയ കാര്യക്ഷമത പ്രകടിപ്പിക്കേണ്ട സന്ദർഭം ആഗതമായിരിക്കുന്നു. നമ്മുടെ കേരളം നമ്മുടെ അഭിമാനമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു അതിനിശ്ചിതമായ നിലപാടാണ്. ഒരു രാഷ്ട്രീയ ഇടപെടലുമില്ലാതെ സ്വതന്ത്രമായി നമ്മുടെ പോലീസ് സേനയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യം സംസ്ഥാനത്ത് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരള പോലീസ് വളരെ വിഖ്യാതമായ പോലീസ് സേനയാണ്, അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യമേ പക്ഷേ നമ്മൾ കുറച്ച് താമസിച്ചു പോയോ എന്ന് സംശയമുണ്ട്. അമ്മമാർക്ക് ഇപ്പോൾ തീയാണ്. കുട്ടികൾ സ്കൂളിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും? കാര്യം സ്കൂൾ വരാന്തകളിലൊക്കെ ഈ ക്യാച്ച് ദം എങ്ങ ഒരു കാലത്ത് നല്ല തിയറിയായിരുന്നു. ഇപ്പോൾ കുട്ടികളെ ഈ രാസലഹരിയിലേക്ക് സ്വാധീനിക്കാനും ചോക്ലേറ്റിൽ ലഹരി കലർത്തി കുട്ടികൾക്ക് സംഭാവന ചെയ്തവരെ അഡിക്റ്റാക്കി അവരെ വാഹകരാക്കി കാരിയർമാരാക്കി കൊണ്ടു നടക്കാനും ഒക്കെ ശ്രമം നടക്കുന്ന ഒരു വേളയിലാണ് ഞങ്ങൾ ഈ 14 ജില്ലകൾ കടന്നു പോകുന്ന ഒരു പര്യടനം നടത്തുന്നത്. വളരെ ഗംഭീരമായ ഒരു സ്വീകരണമല്ല, ഒരു അവബോധം. ഈ 40 കൊല്ലം ഞാൻ മാധ്യമത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയതിൻ്റെ ഒരു പരിപാടിയായിട്ടാണ് തുടങ്ങിയതെങ്കിലും ഒരു ആഘോഷ പരിപാടിയും നമുക്കില്ല. നമുക്കുള്ള ആകെ സംഭവം, നമുക്ക് അമ്മമാർ ചൂലെടുക്കണം, വാത്സല്യത്തിന് ചൂല്, അധ്യാപകർ ചൂരിൽ കയ്യിലെടുക്കണം. ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ചൂരിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ കയ്യിലെടുക്കാം എന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ അടി കൊടുക്കണമെന്നുള്ളതല്ല. കാരണം കുട്ടികൾക്ക് ചെറിയൊരു ഭയം സ്കൂളുകളിൽ വന്നോട്ടെ എന്ന് കോടതി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. മുളയിലെ നമ്മൾ നുള്ളണമായിരുന്നു, നമുക്ക് നുള്ളാൻ കഴിഞ്ഞില്ല, കുറച്ച് വളർന്നു. എന്നാൽ ഇപ്പോഴും പോലീസ് സേനയുടെ നിയന്ത്രണങ്ങളിൽ നിന്ന് കാര്യങ്ങൾ പോയിട്ടില്ല.
അപ്പോൾ അത് നിങ്ങളുടെ എല്ലാം കാര്യം ഇത് നമ്മുടെ കേരളമാണ്, നമ്മൾ അഭിമാനത്തോടെ കാണുന്ന നാടാണ്. 44 നദികൾ ഒഴുകുന്നത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ കേരളം മുന്നിലാണ്. അപ്പോൾ നമ്മുടെ ഈ തിരുവനന്തപുരം അനന്തപുരിയുടെ ഈ മണ്ണിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ കേരളത്തെക്കുറിച്ച് അഭിമാനിക്കാൻ ഒരുപാട് വകകളുണ്ട് സംസ്ഥാനത്തിന്. അപ്പോൾ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇത് വെച്ചുറപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെയൊക്കെ ഒരു അഭിപ്രായത്തിൽ കഷ്ടിച്ച് 3 മാസം 90 ദിവസങ്ങൾക്കകം ഇതിൻ്റെ നാരായ വേര് പിഴുതെടുക്കാൻ നമുക്ക് കഴിയണം. അതിന് കഴിയുന്നൊരു എക്സൈസ് സംവിധാനം നമുക്കുണ്ട്, ഒരു പോലീസ് സംവിധാനമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഒരു കാര്യം കൂടി ആവശ്യപ്പെട്ടു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നമ്മുടെ 5 സംസ്ഥാനങ്ങളിലെ ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ ഒരു സമ്മേളനം വിളിച്ചിട്ട് പോലും ഈ ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഈ ലഹരി ഒഴുകുന്നു എന്നതുകൊണ്ട് അത് നിയന്ത്രിക്കാനുള്ള നടപടിയും വേണം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു യാത്രക്കിടയിൽ ഒരു ഗവേഷണ റിപ്പോർട്ട് തയ്യാറാക്കും. കേരളത്തിൻ്റെ ആത്മാവിൽ എന്താ സംഭവിക്കുന്നത്, കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അറിയപ്പെടാത്തൊരു കേരളമുണ്ടോ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ട് നമ്മുടെ ലഹരി ഒഴുകുന്ന വഴികൾ എങ്ങനെയാണ്, ഇതിൻ്റെ ഉൽപാദന കേന്ദ്രങ്ങൾ എവിടെയാണ്, ഇതൊക്കെ തന്നെ ഈ ഒളിയിടങ്ങളൊക്കെ കണ്ടെത്തി നമ്മളൊരു അതിവിശാലമായ ഒരു ശാസ്ത്രീയമായ പ്രൊഫഷണലായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൂടി അദ്ദേഹത്തിന് കൊടുക്കും. ആ റിപ്പോർട്ടിന്മേൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 30 ദിവസം കഴിയുമ്പോൾ നമ്മൾ യാത്ര പൂർത്തിയാക്കും. 45ാമത്തെ ദിവസം ഒരു കോൺക്ലേവ് വിളിച്ച് VD സതീശൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ തന്നെ മുഖ്യമന്ത്രിക്ക് ഇത് സമർപ്പിക്കാനാണ് നമ്മുടെ ശ്രമം. വലിയൊരു ചർച്ചയും ഒരിക്കൽ ഇതിൻ്റെ വേരറുത്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഇത് തലപൊക്കാതിരിക്കാനുള്ള നടപടികൾ കൂടി ചെയ്യാൻ വേണ്ടിയുള്ള ശുപാർശകളൊക്കെ തന്നെ ഈ റിപ്പോർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തും. എക്സ്പെർട്ടുകളുടെ സഹായം തേടും. അങ്ങനെയാണ് നമ്മുടെ പോക്ക്. ഈ അവസരത്തിൽ നിങ്ങൾ ചെയ്യുന്ന ലുലു, പ്രത്യേകിച്ച് ശ്രീ MA യൂസഫ് അലി പോലെയുള്ള ആളുകളും ശ്രീ നന്ദകുമാറും അദ്ദേഹത്തിൻ്റെ സംഘവും ഒക്കെ ചെയ്യുന്ന സഹായത്തിന് നന്ദി. മാത്രമല്ല നമ്മുടെ ജനങ്ങൾ ലോകമെമ്പാടും വരുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് പറയേണ്ടത്, നമുക്കൊരു കേരളമേ ഉള്ളൂ, ഒരു ജീവിതമേ ഉള്ളൂ. ഇനി കേരളത്തെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമ്മുടെ കുട്ടികൾ പുതിയ തലമുറയാണ്. തലയും മുറയും തെറ്റി നടക്കാൻ ആ കുട്ടികളെ അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വാത്സല്യത്തിൻ്റെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനപ്പുറം കടന്ന് നമ്മൾ ചില നടപടികൾ എടുക്കേണ്ടി വരുന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു ലഹരി വിരുദ്ധ പ്രതിജ്ഞ നടത്തി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പോൾ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ, കാരണം ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു സോഷ്യൽ സർവീസായിട്ട് കണ്ട് ഇത് നിങ്ങൾ ചൊല്ലി കഴിയുമ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ സഹായത്തിനും സ്വീകരണത്തിനും നന്ദി. സ്വീകരണമല്ല, ഒരു പക്ഷേ നിങ്ങൾക്ക് വിജയകുമാർ എന്തെങ്കിലും പറയാനുണ്ടോ ഈ കാര്യത്തിൽ? ഇല്ല, ആഷ്മിക്കോ? അപ്പം നമ്മൾ ഒരു സർവേ ഫോം കൊടുത്തിട്ടുണ്ട്. അത് പൂരിപ്പിക്കണം. അത് 14 ജില്ലകളിൽ നിന്നും എലക്ട് ചെയ്യപ്പെടുന്ന 14 ഭാഗ്യശാലികൾക്ക് ബെന്നീസ് റോയൽ ടൂർസ് നൽകുന്ന സിംഗപ്പൂരിലേക്ക് 4 ദിവസം. അതായത് ഒരു ജില്ലയിൽ ഒരു 1 ലക്ഷം രൂപ ചെലവിൽ ബെന്നീസ് ടൂർസ് ആൻഡ് ട്രാവൽസ് അവർ ചെയ്യുന്നൊരു സംഭവമുണ്ട്. നമ്മൾ അറബിക്കടൽ കാണിക്കാമെന്ന് പറഞ്ഞല്ലേ, എവിടേക്കാണ് കൊണ്ടുവന്നത് ആഷ്മി? ബെന്നീസ് റോയൽ ടൂർസ് നൽകുന്ന സിംഗപ്പൂരിലേക്ക് 4 ദിവസം സൗജന്യ ക്രൂയിസ്. അപ്പോൾ അങ്ങനെയുണ്ട്. നമ്മളിതിനകത്ത് കുറേ സഹായ പദ്ധതികളും ഇങ്ങനെയുള്ള സമാന പദ്ധതികളൊക്കെ ഉണ്ട്. കാര്യം ഇത് യഥാർത്ഥത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്തോ സംഭവം, എന്നാൽ അതിനപ്പുറം കിടക്കുന്നില്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പ്രതിജ്ഞയിലേക്ക് കിടക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് വളരെ കാര്യം, നമ്മുടെ പുതിയ തലമുറയ്ക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പ്രതിജ്ഞ എടുക്കുന്നത്. ഇത് ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കേണ്ടി വരുന്ന ജീവിതത്തിൽ ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷേ ഈ പ്രതിജ്ഞ ലോകമെമ്പാടും വരുന്ന നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ ഇപ്പോൾ ഏറ്റുചൊല്ലുന്നൊരു കാലമാണ്. എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും നമ്മുടെ കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയുടെ വ്യാപനം ഞാൻ അറിയുന്നു. ഹോസ്റ്റൽ മുറികൾ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്ന് ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. താങ്ക് യു.